കരൾ രോഗം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണല്ലേ. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും യൂറിനറി ട്രബിൾസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വയറുവേദനയൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു വയറിൻ്റെ സ്കാനിങ് എടുക്കുക. അപ്പോഴാണ് അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. അപ്പോൾ ഈ കരൾ രോഗം എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതേപോലെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം പലരും ചോദിക്കാറുണ്ട്, ഈ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കണം. എന്താണ് ഈ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ? ഈ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം പണിയെടുക്കുന്ന ഒരാളാണ് കരൾ. എന്നാൽ അതിന് ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഒരു പീസ് അതിൽ നിന്ന് പോയി കഴിഞ്ഞാലും ദെൻ അഗെയിൻ അത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അതിനുണ്ട്. പല രീതിയിലുള്ള ധർമ്മങ്ങൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് അന്നജത്തിനെ മെറ്റബോളൈസ് ചെയ്യുന്നു, പ്രോട്ടീൻ മെറ്റബോളിസത്തിന് സഹായിക്കുന്നു, ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. മെറ്റബോളിസം എന്ന് പറയുമ്പം അതിനെ വിഭജിക്കുക, അതായത് ഓരോ പാർട്സ് ആക്കിയിട്ട് വിഭജിക്കാൻ സഹായിക്കുന്നു. വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്കറിയാം വിറ്റമിൻസ് തന്നെ 2 ടൈപ്പാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. വാട്ടർ സോല്യബിൾ വിറ്റമിൻസും ഉണ്ട്, ഫാറ്റ് സോല്യബിൾ വിറ്റമിൻസും ഉണ്ട്. വാട്ടർ സോല്യബിൾസിൽ വരുന്നതാണ് വിറ്റമിൻ ബിയും വിറ്റമിൻ സിയും. ഫാറ്റ് സോല്യബിൾ വിറ്റമിൻസിൽ വരുന്നതാണ് വിറ്റമിൻ എ, ഡി, ഇ, കെ. ഇത്തരം വിറ്റമിൻസിനെല്ലാം അതിനെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ഡയറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിവർ തകരാറിലാവുക എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരും. ഇനീഷ്യലി ഒന്നും കാണിക്കില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് 2, 3 ഒക്കെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ സിംറ്റംസ് കുറച്ചുകൂടി ഒന്ന് പ്രോമിനൻ്റ് ആവുക. അപ്പോഴാണ് നമ്മൾ പോയിട്ട് അൺനെസസറി ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം നമ്മളൊന്ന് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ലിവർ എത്രത്തോളം അഫക്റ്റഡ് ആണെന്ന്. നിങ്ങളൊരു കരൾ രോഗിയാണെന്ന് നിങ്ങളുടെ ശരീരം തന്നെ കാണിച്ചു തരുന്ന മെയിൻ ലക്ഷണങ്ങളൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഒരു ഫുഡ് കഴിക്കുമ്പം തന്നെ ഓക്കാനിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക. ഫുഡ് അവിടെ എത്തുമ്പം തന്നെ വയറിനൊരു വീങ്ങൽ അല്ലെങ്കിൽ ഒരു വയർ വീർത്ത് വരിക, ഒരു ബലൂണൊക്കെ നിറച്ച് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുന്നു, വയറിങ്ങനെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതേപോലെ മലബന്ധം ഉണ്ടാവുന്നു. ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു ലിവർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കരൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിലും ദഹനം കറക്റ്റ് ആവില്ല. അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഹാർഡ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം കട്ടിയായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇനിയിപ്പം വേദനകൾ ചിലർ പറയാറുണ്ട്. വേദന വളരെ റെയറാണ്. ഒരു റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു നേരിയൊരു വേദന, വരിയലിൻ്റെ താഴെയൊക്കെ ആയിട്ടൊരു വേദന ഫീൽ ചെയ്യുന്നു. അവരൊരു ബോഡി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കൈ കാലുകളൊക്കെ നല്ല മെലിഞ്ഞിരിക്കും. പക്ഷേ വയറ് നോക്കുകയാണെങ്കിൽ ഒരു ചാടിയ വയറ് അല്ലെങ്കിൽ കുട വയറ് പോലെയായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പോയിട്ട് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സിറോസിസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സിറോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതിൻ്റെ കോശങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു, ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുന്നു. അതിന് റിവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോട്ടഡ് അബ്ഡമൻ എന്ന് പറയുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്കളറേഷൻ കാണുന്നു. അതായത് ചെറിയ രീതിയിലുള്ള കളർ ചേഞ്ചസ് വരുന്നു. ഇപ്പോൾ നഖങ്ങൾ, അതേപോലെ കണ്ണിൻ്റെ അകത്ത്, അതേപോലെ ലിപ്സ്, പല ഏരിയാസിലൊക്കെ ആയിട്ട് ഒരു യെല്ലോയിഷ് കളർ കാണുന്നു, ഒരു മഞ്ഞ കളറിലായിട്ട്. അപ്പോൾ ജോണ്ടിസ് കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് കേസസ് ഒക്കെ ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ സയൻസ് എന്ന് പറയുമ്പം ജോണ്ടിസ്, അതായത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമായിട്ട്, കണ്ണിൻ്റെ അകത്തായിട്ട് മഞ്ഞ കളർ കാണപ്പെടുന്നു, നഖങ്ങളിൽ മഞ്ഞ കളർ കാണപ്പെടുന്നു. അതാണ് മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം. മറ്റൊരു മെയിൻ ലക്ഷണം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളം കയ്യിൽ ഈ ഒരു പമാർ ഏരിയയിൽ
സ്കിന്ന് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ചുവന്നിരിക്കുന്ന പാമാർ എരിത്തിമ എന്ന് പറയുന്നു. എരിത്തിമ എന്ന് പറയുമ്പോൾ എന്താ, നല്ല റെഡിഷ് ആയിട്ടുണ്ട് എന്ന്. ഈ ഒരു കൈയിൻ്റെ ഒരു ഏരിയ നല്ല റെഡിഷ് കളറായിട്ടുണ്ടാവാം. അതേപോലെ ചില ആളുകൾ പറയും ഈ ചിലന്തി വല പോലെ തന്നെ ഇങ്ങനെ സിരകളെല്ലാം കൂട്ടുകൂടി കിടക്കുന്നു, ഇങ്ങനെ ഒരു 8 കാലിൻ്റെ ആകൃതിയിൽ സിരകൾ ഇങ്ങനെ കെട്ടിപിടഞ്ഞ് കിടക്കുന്നു. അതിനാണ് സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വെരിക്കോസ് വെയിൻസിൻ്റെ കേസസിലായാലും നമുക്ക് കാണപ്പെടാം. അതോടൊപ്പം തന്നെ നമുക്ക് ക്ഷീണം തോന്നുക, കർശനമായിട്ടുള്ളൊരു ക്ഷീണം ഫീൽ ചെയ്യുക. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഒട്ടും ഒരു ഉന്മേഷം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം, കിടക്കണം എന്നുള്ളൊരു തോന്നൽ. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ക്ഷീണം ഫീൽ ചെയ്യുക. ഡേയും നൈറ്റും എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു ചാൻസസ് വരിക. ഇനിയിപ്പോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എന്താ, വെയിറ്റ് കുറഞ്ഞു പോകുന്നൊരു അവസ്ഥകൾ വരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ കരളാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നത്. അതായത് നമ്മുടെ LDL കൊളസ്ട്രോള്, ബാഡ് കൊളസ്ട്രോള് അല്ലെങ്കിൽ HDL കൊളസ്ട്രോള്, ടോട്ടൽ കൊളസ്ട്രോളിന് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ലിവറാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ LDL കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ സയൻസ് കാണിക്കും. അതായത് ലിവർ ഡാമേജ്ഡ് ആയിട്ടെന്ന് കാണിക്കുന്ന ഒരു എക്സ്റ്റേണൽ സയൻസ്. നമ്മുടെ കണ്ണിൻ്റെയും അതേപോലെ തന്നെ നോസിൻ്റെയും ജംഗ്ഷനിലായിട്ട് ഒരു യെല്ലോയിഷ് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ള ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും. അതിനാണ് സാന്തലിസ്മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോണകൾ നോക്കുകയാണെങ്കിൽ രക്തം വരും. ചില ആളുകൾ വിചാരിക്കും ബ്രഷ് കുത്തിപ്പോയതായിരിക്കാം, അത് നാളെ മറ്റന്നാളായിട്ട് മാറും. പക്ഷെ അതല്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ സി കുറഞ്ഞിട്ടുണ്ട്. വിറ്റമിൻ സി കുറയാനുള്ള കാരണം എന്താ, നിങ്ങളുടെ ലിവർ ഡാമേജ്ഡ് ആയിട്ടുണ്ടാവാം. അതായത് കൃത്യമായിട്ട് വിറ്റമിൻ വലിച്ചെടുക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ വിറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗം ബ്ലീഡിങ് ഉണ്ടാവുന്നു. അപ്പോൾ വിറ്റമിൻ സി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താ, ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക. അതേപോലെ ബെറീസ്, ബ്ലൂബെറി, സ്ട്രാൻബെറി, അതേപോലെ തന്നെ സ്ട്രോബെറി പോലത്തെ ഇത്തരം ബെറീസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഒരു ലക്ഷണങ്ങൾ, ഇത്തരം ലക്ഷണങ്ങളാണ് ഈ ഒരു നിങ്ങളുടെ ലിവർ എത്രത്തോളം ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ അകത്ത് SGOT, SGPT വാല്യൂസ് നോക്കുക. സെറം ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ ട്രാൻസ്ഫറേസ് ഏസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു എൻസൈംസ് ആണ്, ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസ് ആണ്. SGPT എന്ന് പറയുമ്പോൾ സെറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസമിനേസ്, അതും ഒരു എൻസൈംസ് ആണ്, ലിവർ ഉണ്ടാക്കുന്ന ഒരു എൻസൈംസ് ആണ്. അപ്പോൾ ലിവർ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താ, ഈ എൻസൈംസിൽ വേരിയേഷൻസ് കാണിക്കും, അതായത് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ബിലിറൂബിൻ്റെ വാല്യൂ നോക്കണം. ബിലിറൂബിൻ കൂടിയ കണ്ടീഷൻസ് എന്താണ്, ഹെപ്പറ്റൈറ്റിസ് കേസസ്. ഈ ലിവറിനെ പല കാരണങ്ങൾ കൊണ്ടും അത് ഡാമേജ് ആവാം, ലിവർ ഡാമേജ് ആവാം. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് നിങ്ങളുടെ കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂലവും ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കാം. അതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് ആണെങ്കിൽ, കാലങ്ങളായിട്ട് നിങ്ങൾ മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ രൂപപ്പെടാം. നമുക്കറിയാം ഏറ്റവും അധികം ഒരു 60% ആളുകളിലും കാണപ്പെടുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന പ്രശ്നം. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താ, ലിവറിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് ഒരു കൂട് പോലെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. ഗ്രേഡ് 1, 2, 3, 4. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ ഒരു മിതമായ രീതിയിൽ, ഒരു ചെറിയ രീതിയിൽ കൊഴുപ്പാണ്. അത് ചിലപ്പോൾ നമുക്കൊരു ഡയറ്റ് എടുത്താലോ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു 8% കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നു. ഒരു ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ഒരു 8 മുതൽ 12% കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. അപ്പോൾ നമ്മൾ എന്താ, കൂടുതലായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ എന്താ, ഒരു 12 മുതൽ 15% കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 15% അതിൽ കൊഴുപ്പ് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട് കരളിന് ചുറ്റുമായിട്ട്. ഒരു ഗ്രേഡ് 4 ഒക്കെ എത്തുമ്പോൾ എന്താണ്, അതൊരു സ്റ്റേജ് കഴിഞ്ഞു, ലിവറിൻ്റെ ആ ഒരു ഫങ്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്, റീജനറേഷൻ സ്റ്റേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ പല ഗ്രേഡ് ആക്കിയിട്ടും ഈ ഒരു ഫാറ്റി ലിവർ തരംതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ, സാന്തലിസ്മ അല്ലെങ്കിൽ പാമാർ എരിത്തിമ, സ്പൈഡർ വെയിൻസ്,
അതേപോലെ വെയിറ്റ് ലോസ്, ഹാലിറ്റോസിസ്, അതായത് നമ്മളെ ദഹനം കറക്റ്റ് അല്ലെങ്കിൽ വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കാണപ്പെടാം. അപ്പോൾ ഇത്തരം സിംറ്റംസ് ആണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. നോർമലി നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ആൻറ്റാസിഡ് ഗുളികകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് അതങ്ങ് ശമിപ്പിക്കും. ദെൻ എഗെയിൻ ആ ഒരു സിംറ്റം റീഅപ്പിയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെയും കോൺഷ്യസ് ആവുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് സ്കാൻ ചെയ്യും. ദെൻ എഗെയിൻ നമുക്ക് മനസ്സിലാവും അതിൽ ഫാറ്റി ലിവർ ആണ് എന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ബ്ലഡ് ടെസ്റ്റാണ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കാനിങ് എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കിഡ്നി എഫക്റ്റഡ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണോ, UTI ഇൻഫെക്ഷൻസ് ഒക്കെ ആണോ എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുമ്പം ഫൈബ്രോ സ്കാൻസ്, അതായത് ലിവറിൻ്റെ ആ ഒരു ഫങ്ഷനിങ് കറക്റ്റ് ആണോ, ലിവർ ഫൈബ്രോസിസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്കാറിങ് എന്ന് പറയുന്നത് അത് ചുരുങ്ങി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഗ്രോത്തോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫൈബ്രോ സ്കാനിങ് എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണത്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിവർ എത്രത്തോളം ഫങ്ഷനിങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഡയറ്റാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ അതിന് പകരമായിട്ട് എന്താ കൂടുതലായിട്ടും ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, ഓയിൽ എന്ന് പറയുമ്പോൾ എന്താ റിഫൈൻഡ് ഓയിൽസ് ആണ് കൂടുതലായിട്ടും എടുക്കുന്നത്. ഇന്ന് ഫാസ്റ്റ് ഫുഡിലെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഇത്തരം റിഫൈൻഡ് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ റിഫൈൻഡ് ഓയിൽസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ കൂടുതലായിട്ടും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ പിസ്സ, ബർഗർ, ബൺ ഐറ്റംസ്, പപ്സ്, അങ്ങനത്തെ ഓയിലി കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും അതിപ്പോൾ ഡെയിലി 1ഉം 2ഉം വെച്ചൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവുക. അവർക്കൊരു എനർജി ഫീലിംഗ് തരാനും വിശപ്പൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ഡെയിലി എടുക്കും. പക്ഷെ അവരറിയുന്നില്ല അവർ ആ ഒരു ലിവർ എത്രത്തോളം ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കൂടുതൽ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല, അതായത് ആ ഒരു ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഫാറ്റ് തന്നെ എഗെയിൻ ഡിപ്പോസിറ്റ് ആവുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കവും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫുൾ ടൈം ഫോണിലും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങിപ്പോകുന്നു. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ അസുഖങ്ങളും നമ്മളെ തേടി വരും. ഇതിന് നിങ്ങൾ ഡയറ്റ് ഫോക്കസ് ചെയ്യണം. ഡയറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, മെയിനായിട്ട് നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാർബ്സ് കുറഞ്ഞ അളവിൽ, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, അതേപോലെ ഫൈബർ കണ്ടന്റ് എല്ലാം ഒരു തുല്യമായ അളവിൽ എടുക്കാൻ ശ്രമിക്കുക. ചോറിൻ്റെ അളവാണെങ്കിൽ ഒരു തവി ചോറ് എടുക്കാൻ ശ്രമിക്കുക. ചോറാണെങ്കിൽ ഏത് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക, അതായത് തവിടുള്ള അരികൾ എടുക്കാൻ ശ്രമിക്കുക. വൈറ്റ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ എന്താ, ഈ ആട്ട, മൈദ, റവ പോലത്തെ ഇത്തരം ഇൻഗ്രീഡിയൻസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കാം. പകരം എന്ത് ചെയ്യണം, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, നീർക്കെട്ടിനെയും അല്ലെങ്കിൽ കൊഴുപ്പിനെയൊക്കെ ബേൺ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് സാലഡ്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ്സ് ആക്കിയിട്ട് ഡെയിലി ഒരു ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ആപ്പിൾ, അതേപോലെ അനാർ, ഓറഞ്ച്, മൊസംബി, ഗ്രേപ്സ്, അവക്കാഡോൻ്റെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമുക്ക് സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവർ ആ ഒരു യൂട്രൈൻ ഹെൽത്ത് അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. PCOS കേസസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ കേസസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവക്കാഡോ ഡെയിലി ഒരു സ്മാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ബ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ വെജിറ്റബിൾസ് നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്താ, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് പോലത്തെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതോടൊപ്പം തന്നെ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ്, ഗാർലിക്, അതുപോലെ പെപ്പർ, മഞ്ഞൾ, ഇതൊക്കെ നല്ലപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു ഹണി മിക്സ് ചെയ്തിട്ട്, ജസ്റ്റ് ഒരു ഗാർലിക്കിൽ കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ആ ഒരു നീർക്കെട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാം. ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അത് നമുക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. റെഡ് മീറ്റിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പകരം നിങ്ങൾക്ക് ചിക്കൻ ഐറ്റംസ് എടുക്കാം. ചിക്കൻ എന്ന് പറയുമ്പോൾ ലീൻ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ചിക്കൻസ് എടുക്കാം. ബ്രോയിലർ ചിക്കൻസിന് പകരം ലെഗോൺ ചിക്കൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബോഡി എപ്പോഴും നമ്മുടെ ആ ഒരു വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 10 to 12 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എക്സസൈസ് ഇതോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു നടത്തോ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു സ്കിപ്പിങ്ങോ ഡെയിലി രാവിലെയും വൈകിട്ടും ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഉറക്കം എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ നല്ല പോലെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നിങ്ങൾ ആ ഒരു ഇത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. രാത്രി കാലങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ശീലം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. മൈൻഡ് എപ്പോഴും റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ പാട്ടുകൾ കേട്ടിട്ടോ എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ന്യൂട്രിയൻസും അതേപോലെ വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കരൾ രോഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫാറ്റി ലിവർ ആവട്ടെ, സിറോസിസ് പ്രശ്നങ്ങളൊക്കെ ആവട്ടെ, ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.